നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു കാലയാത്ര നടത്താൻ പോവുകയാണ്. 70 വർഷം പിന്നോട്ട് 1952 ഫെബ്രുവരിയിലെ അഖണ്ഡജ്യോതി മാസികയുടെ താളുകളിലേക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ആ പഴയ വാക്കുകൾക്ക് നമ്മളോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? സത്യത്തിൽ ആത്മീയത, ആരോഗ്യം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ചുള്ള കാലാതീതമായ ജ്ഞാനത്തിന്റെ ഒരു വലിയ നിധി തന്നെയാണ് നമ്മളിന്ന് തുറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരുമിച്ച് തുടങ്ങാം. ഈ വാക്കുകൾക്ക് പിന്നിലുള്ള ആ വലിയ ദർശനത്തെ നമുക്ക് ആദ്യം ഓർക്കാം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വെറുമൊരു മാസിക ഇറക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ഒരു ചിന്താവിപ്ലവത്തിന് തിരികൊളുത്തുക, അതിലൂടെ ഒരു നല്ല ലോകം പടുത്തുയർത്തുക എന്നതായിരുന്നു. ആ ഒരു ലക്ഷ്യബോധം ഈ മാസികയുടെ ഓരോ പേജിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം അണയാത്ത ദീപശിഖ എന്ന ആശയത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഒരു സാധകന്റെ ജീവിതചര്യകൾ, നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കാം, സമൂഹത്തോട് നമുക്കുള്ള കടമകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഈ അറിവുകളെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുമെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ വിഷയം അണയാത്ത ദീപശിഖ. ഇത് കേൾക്കുമ്പോൾ മനോഹരമായൊരു സങ്കല്പമായി തോന്നാം, അല്ലേ? പക്ഷേ ഇതതിലും വലുതാണ്. അഖണ്ഡജ്യോതി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സമഗ്രമായ ജീവിത ദർശനമാണ്. നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരം, സമൂഹം ഇതെല്ലാം വേറെ വേറെയല്ല, മറിച്ച് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗങ്ങളാണെന്നാണ് ഈ ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ യാത്രയിലുടനീളം നമ്മുടെ വഴികാട്ടി ഈ അഖണ്ഡജ്യോതി അഥവാ അണയാത്ത ദീപശിഖ എന്ന ആശയം തന്നെയാണ്. പുറത്തൊരു വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ഇരുട്ടു മാറുന്നില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലെ സംശയങ്ങളെയും അറിവില്ലായ്മയെയും ഇല്ലാതാക്കുന്ന ഒരു ആന്തരിക ജ്ഞാനത്തിന്റെ പ്രതീകമാണിത്. ആ വെളിച്ചം നമ്മുടെ ആത്മാവിൽ നിന്ന് തുടങ്ങി നമ്മൾ ജീവിക്കുന്ന ലോകം വരെ പ്രകാശം പരത്താൻ കഴിവുള്ള ഒന്നാണ്. അപ്പോ ഈ ആന്തരിക ദീപത്തെ എങ്ങനെയാണ് നമ്മൾ ജ്വലിപ്പിക്കുക? അതിനുള്ള വഴികളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു ആത്മീയ അന്വേഷകൻ അല്ലെങ്കിൽ ഒരു സാധകൻ പിന്തുടരേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഏതൊരു യാത്രയും തുടങ്ങുന്നത് കൃത്യമായ അച്ചടക്കത്തോടെയാണല്ലോ. മാസിക പറയുന്നതനുസരിച്ച് ഒരു സാധകന്റെ പാതയുടെ അടിത്തറ ചിട്ടയായ സാധന, സ്വാധ്യായം അഥവാ സ്വയം പഠനം, പിന്നെ സേവനം, ഇങ്ങനെയുള്ള കർത്തവ്യങ്ങളാണ്. ഇവ വെറും ചടങ്ങുകളല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനും നമ്മളെ സഹായിക്കുന്ന ശക്തമായ ഉപകരണങ്ങളാണ്. അപ്പോ മാസിക ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ യോഗസാധന ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? കുറച്ച് വ്യായാമം ചെയ്ത് ശരീരം ഫിറ്റാക്കുക എന്നതാണോ? അതോ അതിനുമപ്പുറം ആഴത്തിലുള്ള മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഈ ചോദ്യം ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തവും ആഴമേറിയതുമാണ്. യോഗസാധനയെ ഇവിടെ കാണുന്നത് വെറുമൊരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ടല്ല, മറിച്ച് നമ്മുടെ ഞാൻ എന്ന ചെറിയ ബോധത്തെ ആ വലിയ പ്രപഞ്ചബോധവുമായി ഒന്നിപ്പിക്കാനുള്ളൊരു വഴിയായിട്ടാണ്. അതായത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തിലേക്കുള്ള ഒരു യാത്ര. ഈ ആത്മീയമായ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യജ്ഞം പോലുള്ള പുണ്യകർമ്മങ്ങൾക്കും ഗംഗാജലം പോലുള്ള പ്രകൃതിയുടെ പവിത്രമായ ഘടകങ്ങൾക്കും മാസിക വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതൊക്കെ വെറും പുറമേയുള്ള ആചാരങ്ങൾ എന്നതിലുപരി നമ്മുടെ സങ്കല്പങ്ങളെ ശുദ്ധീകരിക്കാനും നമ്മളെ ആ പ്രപഞ്ചശക്തിയുമായി കൂടുതൽ അടുപ്പിക്കാനുമുള്ള വഴികളാണ്. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ശരി, ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിന്റെ ലോകത്തേക്ക് ഒന്ന് യാത്ര ചെയ്യാം. മനുഷ്യന്റെ സൈക്കോളജിയെക്കുറിച്ചും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ചുമുള്ള ചില പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. പാപം എന്ന വാക്കിന് തികച്ചും വ്യത്യസ്തമായ ഒരു സൈക്കോളജിക്കലായ ഒരു അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് പാപം എന്നത് പുറത്തുള്ള ഏതെങ്കിലും ദൈവം തരുന്ന ശിക്ഷയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇത് നമ്മളെ കുറ്റബോധത്തിൽ തളച്ചിടുകയല്ല, മറിച്ച് ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ ഉയർന്ന തലത്തിലുള്ളതാണ്. യഥാർത്ഥ സ്നേഹമെന്നത് വെറുമൊരു വികാരമോ മണ്ടത്തരമോ അല്ല, മറിച്ച് അത് ബോധപൂർവമായ ഒരു ആത്മീയ ബന്ധമാണ്. മറ്റുള്ളവരുമായി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും തോന്നുന്ന ഒരു ആഴത്തിലുള്ള ബന്ധം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. മാസിക പറയുന്നു, മരണം വേദനാജനകമല്ല,
ഒന്നാലോചിച്ചു നോക്കൂ, ആത്മാവ് അനശ്വരമാണെന്നും ശരീരം നമ്മൾ മാറുന്ന ഒരു വസ്ത്രം പോലെയാണെന്നും വിശ്വസിച്ചാൽ മരണം ഒന്നിന്റെയും അവസാനമല്ല, അത് ഒരവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള വളരെ സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ്. നമ്മുടെ ആത്മാവും മനസ്സും ഇരിക്കുന്ന ഈ ശരീരം, അതിന്റെ കാര്യമോ? തീർച്ചയായും ആത്മീയജ്ഞാനം ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. കാരണം വളരെ ലളിതമാണ്. ആരോഗ്യമുള്ളൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സിന് ജീവിക്കാൻ കഴിയൂ, അല്ലേ? ഇവ രണ്ടും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. വളരെ സിമ്പിളായി തോന്നാം, പക്ഷേ നമ്മുടെ ഉറക്കത്തെക്കുറിച്ച് പോലും മാസികയിലെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. നല്ല ഉറക്കം കിട്ടാൻ നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം, ശാന്തമായ മനസ്സോടെ ഉറങ്ങേണ്ടതിന്റെ പ്രാധാന്യം, ഒരു കൃത്യമായ ദിനചര്യ, ഇങ്ങനെയുള്ള പ്രായോഗികമായ ഉപദേശങ്ങൾ വരെ ഇതിൽ കാണാം. നോക്കൂ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം കൃത്യമായ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് തന്നെ വനസ്പതി നെയ് പോലുള്ള കൃത്രിമ ഭക്ഷണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രകൃതിദത്തവും ശുദ്ധവുമായ ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ ആരോഗ്യ സമീപനം ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. തേനിന്റെ ഔഷധഗുണങ്ങൾ, എന്തിന് ക്ഷയരോഗം പോലുള്ള അസുഖങ്ങൾക്ക് യജ്ഞചികിത്സ പോലുള്ള പരമ്പരാഗത രീതികൾ വരെ ഇതിൽ ചർച്ച ചെയ്യുന്നു. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിലൂടെ ആരോഗ്യം നേടാമെന്ന വലിയ സന്ദേശമാണിത്. അപ്പോ നമ്മൾ വ്യക്തിപരമായി നേടുന്ന ഈ വെളിച്ചം, അത് നമുക്കുവേണ്ടി മാത്രമുള്ളതാണോ? അല്ല, ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കിവെക്കാനുള്ളതല്ല, അത് പുറത്തേക്ക് പ്രസരിക്കണം. നമ്മുടെ കുടുംബം, സമൂഹം, രാജ്യം ഇവയോടുള്ള നമ്മുടെ കടമകളിലേക്ക് ഈ ജ്ഞാനം നമ്മളെ എങ്ങനെ നയിക്കുന്നുവെന്ന് നോക്കാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടലല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. അതായത് ആത്മീയ ജീവിതവും സാമൂഹിക ഉത്തരവാദിത്തവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. അപ്പോ 1952 ഈ താളുകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നിന്ന് എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കിയത്? വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന ആ അറിവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. ഈ യാത്രയുടെ സാരം നമുക്ക് 4 കാര്യങ്ങളായിട്ട് ചുരുക്കാം. 1. ചിട്ടയായ ഒരു ആത്മീയ പാത. 2. നമ്മുടെ മനസ്സിനെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ ഒരു ധാരണ. 3. നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിലൂടെ കിട്ടുന്ന ആരോഗ്യം. 4. സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്ന ജീവിത ലക്ഷ്യം. ഈ 4 തൂണുകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ജീവിതം ശരിക്കും പൂർണ്ണവും സന്തുലിതവുമാകുന്നത്. ഈ വാക്കുകൾ എഴുതപ്പെട്ടത് 70 വർഷം മുൻപാണെന്നോർക്കണം. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാലാതീതമായ തത്വങ്ങൾ, അതിലെ വെളിച്ചം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പാതയെ എങ്ങനെയാണ് പ്രകാശപൂരിതമാക്കാൻ പോകുന്നത്? ഈ ജ്ഞാനത്തിന്റെ ഒരു ചെറിയ തിരുനാളമെങ്കിലും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഈ യാത്രയിൽ പങ്കുചേരുന്നതിന് നന്ദി.